എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകൾ. അപ്പോൾ എന്താണ് ഈ പുതിയ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഒന്ന് എണ്ണൽ സംഖ്യകൾ അല്ലെ, നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? 1, 2, 3, 4 അല്ലെ. 1, 2, 3, 4 അല്ലെ, 5 ഇങ്ങനെ തുടങ്ങുന്നതാണ് നാം ഇത് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അല്ലെ, അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഈ നാച്ചുറൽ നമ്പേഴ്സിന്റെ മുന്നിൽ ഒരു സീറോ വെച്ച് തുടങ്ങുകയാണെങ്കിലോ, ഇപ്പൊ 0, 1, 2, 3, 4 ബാക്കിയൊന്നും മാറ്റില്ല അല്ലെ. ഒരു സീറോയും കൂടി ഇതിന്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നാം ഇതിനെന്ത് പറയും? ഇതിനെ പറയും വോൾ നമ്പർ എന്ന് പറയും അല്ലെ. അപ്പൊ 0, 1, 2, 3, 4 അല്ലെ, ഇതേ രൂപത്തിൽ വന്നാൽ നമ്മൾ എന്ത് പറയും? ഇതിനെ വോൾ നമ്പർ എന്ന് പറയും അല്ലെ. അതായത് അഖണ്ഡ സംഖ്യ എന്ന് പറയും. ഓക്കെ, പിന്നെ നമുക്കറിയാം ഫ്രാക്ഷൻ അറിയാം അല്ലെ, ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1/2 അല്ലെങ്കിൽ 3/4 അല്ലെങ്കിൽ നമുക്ക് 5/6 അല്ലെ. അപ്പൊ ഇതിനൊക്കെ നാം എന്ത് പറയും? ഭിന്നസംഖ്യ എന്ന് പറയും അഥവാ ഫ്രാക്ഷൻ എന്ന് പറയും. ഫ്രാക്ഷൻ, ഭിന്നസംഖ്യകൾ. ഓക്കെ, അത് നമുക്കറിയാം. ഇനി നമുക്ക് ഇതിന്റെ നെഗറ്റീവ്സ് അറിയാം അല്ലെ. ഇപ്പൊ ഇതിന് നമ്മളിപ്പോൾ 1ന് നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ -1 ആയി, അല്ലെങ്കിൽ നമുക്ക് 3/4ന് ഒരു നെഗറ്റീവ് കൊടുത്താൽ -3/4 അല്ലെ. അതായത് ഇതിവിടെ നമുക്ക് ഇതിനൊക്കെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ, നെഗറ്റീവ് ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്തായി? അത് നെഗറ്റീവ് നമ്പേഴ്സ് ആയി അല്ലെ. ഉദാഹരണത്തിന് 5ന് കൊടുക്കുകയാണെങ്കിൽ -5 ആയി, അതല്ലെങ്കിൽ 7ന് കൊടുക്കുകയാണെങ്കിൽ -7 അല്ലെ. ഇനി നമുക്ക് 5/6ന് കൊടുക്കുകയാണെങ്കിൽ -5/6 അല്ലെ. അപ്പൊ അതായത് നാം ഇവയ്ക്കൊക്കെ ഒരു നെഗറ്റീവ് ചിഹ്നം കൊടുക്കുകയാണെങ്കിൽ നാം എന്തോ പറയും? ഇതിനെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയും അല്ലെ. അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഈ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? ഈ സംഖ്യകളെ നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റും, അതായത് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ പറ്റും അല്ലെ. അതായത് ഈ സംഖ്യകൾ മുഴുവൻ ഏത് സംഖ്യ എടുത്തോളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് 1, 2, 3, 4 അതിനെങ്ങനെയാണ് നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം? ഉദാഹരണത്തിന് 1നെ നമുക്ക് അങ്ങനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം. 1നെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ 1/1 അല്ലെ. 1/1 എന്ന് പറഞ്ഞാൽ 1 അല്ലെ. ഇനി നമുക്ക് 2നെ അങ്ങനെ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം. 2നെ നമുക്ക് 2/1 എഴുതാം, അത് 2 അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് 4/2, 4/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതും 2 തന്നെയാണ് അല്ലെ. അല്ലെങ്കിൽ 10/5 എന്ന് പറഞ്ഞാൽ എന്താണ്? അതും 2 തന്നെയാണ് അല്ലെ. അപ്പൊ അതുപോലെ നമുക്കിതിൽ ഏത് സംഖ്യയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫ്രാക്ഷന്റെ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുക? റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുക, അതായത് ഭിന്നക സംഖ്യ എന്ന് പറയുക. മനസ്സിലായല്ലോ? അപ്പൊ ഈ നമ്പേഴ്സിനെ മൊത്തം നമുക്ക് എന്ത് പറയാൻ പറ്റും? റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് ഭിന്നക സംഖ്യ എന്ന് പറയും. മനസ്സിലായല്ലോ ഈ നമ്പറിന് മുഴുവൻ? അപ്പൊ നമുക്ക് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ പറ്റാത്ത നമ്പറുകൾ ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ആ സംഖ്യകളെ കുറിച്ചാണ് നാം ഇവിടെ പഠിക്കുന്നത്. ഇനി ഇവിടെ ഒന്ന് നോക്കിയേ. ഇവിടെ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കാണാം അല്ലെ, ഒരു മട്ടത്രികോണം കാണാം. ഈ ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിനെ നാം എന്ത് പറയും? ബേസ് എന്ന് പറയും അല്ലെ, പാദം എന്ന് പറയും. ഇതിനെ നാം എന്ത് പറയും? ഇതിനെ ലംബം അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും അല്ലെ. ഈ വശത്തിന് ഏറ്റവും വലിയ വശം, അതായത് ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന വശമായിരിക്കും ഏറ്റവും വലിയ വശം. അതിന് നാം എന്ത് പറയും? കർണം എന്ന് പറയും അഥവാ ഹൈപ്പോട്ടിനിസ് എന്ന് പറയും അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ ബേസ്, ഈ നീളം 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം, അതല്ലെങ്കിൽ 1 മീറ്റർ ആണെന്ന് വിചാരിക്കാം. അതായത് 1 ഇതിന്റെ നീളം. ഇനി ഈ ലംബം, അതായത് നമ്മുടെ ആൾട്ടിറ്റ്യൂഡും 1 വിചാരിക്കാം. അതായത് ഇത് 1 മീറ്റർ ആണെങ്കിൽ ഇത് 1 മീറ്റർ, ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 1 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ അങ്ങനെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ഉണ്ടായിരിക്കും? ഇതിന്റെ ഏറ്റവും നീളം കൂടിയ വശം അഥവാ ഈ ഹൈപ്പോട്ടിനസ്, കർണം എത്ര ഉണ്ടായിരിക്കും? നമുക്കറിയാം, ഒരു റൈറ്റ് ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. എന്താണത്?
പൈത്തഗോറസ് തിയറം അല്ലെ? പൈത്തഗോറസ് തിയറം, പൈത്തഗോറസ് സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ളത്? അതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഏറ്റവും വലിയ വശം, അതായത് കർണം, ഹൈപ്പോട്ടിനസ്, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ബേസിന്റെ സ്ക്വയറും ഈ ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയറും തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സ്ക്വയർ കിട്ടും അല്ലെ? അപ്പൊ അതാണ് നമ്മുടെ പൈത്തഗോറസ് തിയറം. അതായത് ഇതിന്റെ സ്ക്വയർ, ഇതെന്ന് വെച്ചാൽ ഏറ്റവും നീളം കൂടിയ വശം, അതായത് ഹൈപ്പോട്ടിനസ് എന്ന് പറയാം അല്ലെ? അപ്പൊ എച്ച് സ്ക്വയർ, ഹൈപ്പോട്ടിനസ് സ്ക്വയർ, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ് അല്ല, ഹൈപ്പോട്ടിനസ്. അപ്പൊ ഈ ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ഈ ബേസ്, ഇതിന് നമ്മൾ ബേസ് എന്ന് പറയും. അപ്പൊ ബേസിന്റെ സ്ക്വയർ പ്ലസ് ഇത് ഏതാണ്? ആൾട്ടിറ്റ്യൂഡ്, ലംബം എന്ന് പറയാം അല്ലെ? അപ്പൊ ആൾട്ടിറ്റ്യൂഡ് നമുക്ക് എന്ന് കൊടുക്കാം, ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് വശങ്ങളുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ ഒരു റൈറ്റ് ട്രയാങ്കിളിലെ മൂന്നാമത്തെ വശം നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എച്ച്, ഹൈപ്പോട്ടിനസ് കണ്ടുപിടിക്കണം. ഈ വശത്തിന്റെയും ഈ വശത്തിന്റെയും നീളം നമുക്കറിയാം അല്ലെ? അപ്പൊ നമുക്കിവിടെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ബി എന്ന് വെച്ചാൽ ബേസ്, ബേസ് എന്ന് പറഞ്ഞാൽ 1. അപ്പൊ 1 സ്ക്വയർ പ്ലസ് എ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്? 1 സ്ക്വയർ. അപ്പൊ 1ന്റെ സ്ക്വയർ 1 പ്ലസ് 1ന്റെ സ്ക്വയർ 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 എന്ന് കിട്ടി. എച്ച് സ്ക്വയർ അല്ലെ? എച്ചിന്റെ സ്ക്വയർ, ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ ആണ് 2. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിനസ് എത്ര ആയിരിക്കും? ഇതിന്റെ സ്ക്വയർ മാറ്റുമ്പോൾ നമ്മൾ ഇവിടെ റൂട്ട് വരും അല്ലെ? അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു √2. അപ്പൊ നമുക്ക് ഈ ത്രികോണത്തിലെ, ഈ മട്ട ത്രികോണത്തിലെ ഈ ഏറ്റവും വലിയ വശത്തിന്റെ നീളം എത്ര എന്ന് കിട്ടി? √2 എന്ന് കിട്ടി അല്ലെ? ഇനി നമുക്ക് √2 എന്ന് കിട്ടി കഴിഞ്ഞാൽ √2ന്റെ വാല്യൂ നമുക്കറിയണം അല്ലെ? എത്രയാണ് √2 എന്ന് പറഞ്ഞത്? ഇപ്പൊ നമുക്കറിയാം √1 എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നോക്കിയാൽ കൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ, √1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലെ? പിന്നെ നമുക്കറിയാം എന്താണ്? √4 അറിയാം അല്ലെ? അപ്പൊ √4 നമുക്കറിയാം. √4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണെന്ന് അറിയാം അല്ലെ? അതായത് 2 × 2 4, ഇവിടെ 1 × 1 1 അല്ലെ? ഇനി √9 എന്ന് പറഞ്ഞാലോ നമുക്കറിയാം 3 ആണെന്ന് അറിയാം അല്ലെ? 3 × 3 9. അതേപോലെ √16 എത്രയാണ്? 4 അല്ലെ? 4 × 4 16. പക്ഷെ ഇവിടെ കിട്ടിയ സംഖ്യ എത്രയാണ് നമുക്ക്? √2. √2 എന്ന് പറയുമ്പോൾ ഏതിന്റെ ഇടയിൽ വരും? √1നും √4നും ഇടയിലായിരിക്കും ആര് വരിക? √2 വരിക അല്ലെ? അല്ലെ? നമുക്ക് കണ്ടാൽ തന്നെ അറിയാം √1നും √4ന്റെ ഇടയ്ക്കായിരിക്കണം √2 വരിക. അപ്പൊ √2ന്റെ വാല്യൂ എത്രയായിരിക്കും? √1ന്റെ വാല്യൂ 1, √4ന്റെ വാല്യൂ 2. അപ്പൊ √2ന്റെ വാല്യൂ എത്രയായിരിക്കണം? ഈ 1നും 2നും ഇടയിലായിരിക്കണം √2ന്റെ വാല്യൂ വരുന്നത് അല്ലെ? അതായത് 1നും 2നും ഇടയിലുള്ള ഏതോ ഒരു സംഖ്യ 2 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടണം? ഈ 2 കിട്ടണം. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിനിടയിലുള്ള ഏതോ ഒരു സംഖ്യയെ 2 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 കിട്ടണം. അപ്പൊ ഏതാണ് ആ സംഖ്യ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒരു പണി ചെയ്യാം. 1ഉം 2ഉം അല്ലെ? അതിന് നടുവിലുള്ള സംഖ്യ ഏതാണ്? 1.5. അപ്പൊ 1.5 × 1.5 എന്ന് ഗുണിച്ചു നോക്കിയേ, നമുക്ക് എത്ര കിട്ടും? 2 കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയേ. നമുക്കറിയാം 15 × 15 എത്രയാണ്? 225 അല്ലെ? അപ്പൊ 225 ആണ് 15 × 15. അപ്പൊ 1.5 × 1.5 എന്ന് പറയുമ്പോൾ 2 സ്ഥാനം നീക്കി നമ്മൾ പോയിന്റ് കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2.25 കിട്ടി അല്ലെ? പക്ഷെ 2.25 എന്ന് പറഞ്ഞാൽ ഇത് 2നേക്കാൾ കൂടുതലായിപ്പോയി. അപ്പൊ ഇതല്ല സംഖ്യ. അപ്പൊ ഇതിനെ തൊട്ട താഴെ സംഖ്യ എടുത്ത് നോക്കിയേ, 1.4 എടുത്ത് നോക്കി. അപ്പൊ 1.4 × 1.4 നമുക്ക് കിട്ടും. എത്ര കിട്ടും? നമുക്കറിയാം 14 × 14 എത്രയാണ്? 196 അല്ലെ? അപ്പൊ ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പൊ നമുക്ക് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 1.96 ആയിട്ടുള്ളൂ. ഇവിടെയും നമുക്ക് 2 കിട്ടുന്നില്ല അല്ലെ? അപ്പൊ 2നേക്കാൾ കുറച്ച് കുറഞ്ഞ്, ഇവിടെ 2നേക്കാൾ കുറച്ച് കൂടി. അതായത് ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു സംഖ്യയാണ് നമുക്ക് 1.4നും 1.5നും ഇടയിലുള്ള സംഖ്യയാണെന്ന് അറിയാം. അപ്പൊ അങ്ങനെ നമ്മൾ എടുത്തെടുത്ത് പോകുമ്പോൾ അവസാനം 1.4142 ഇങ്ങനെ പോകും ഈ നമ്പർ. അതായത് ഇതിനെന്താണ്? ഈ നമ്പറിന് ഒരു അവസാനമില്ല. ഇതിങ്ങനെ നീണ്ടു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ √2 എന്താക്കി എഴുതാൻ പറ്റില്ല? ഒരു ഫ്രാക്ഷൻ ആയിട്ട്, അതായത് ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ √2ന്റെ വാല്യൂ നമുക്കിപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ അല്ലെ? നമുക്ക് എപ്പോഴും ആവശ്യം ആയിട്ട് വരും. കാരണം നോക്കിയാൽ ഇപ്പോൾ ഇതേപോലെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് അതിന്റെ ഇത് 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1 സെന്റിമീറ്റർ 1 ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെ ഈ വശത്തിന്റെ √2 വരും അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വേണം? √2ന്റെ ഒരു വാല്യൂ വേണം. അപ്പൊ നമ്മൾ എത്ര എടുക്കും? ഇത്ര, ഈ 3 സ്ഥാനത്തിനായിരിക്കും എടുക്കുക സാധാരണഗതിയിൽ. അതായത് √2ന്റെ വാല്യൂ നമ്മൾ എത്ര ആയിട്ട് എടുക്കും? 1.414. യഥാർത്ഥത്തിൽ ഇതിന്റെ വാല്യൂ ഇത്ര അല്ല, കുറച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അല്ലെ? അപ്പൊ നാം എന്ത് ചെയ്യും? നാം ഈ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി മറ്റു കാര്യത്തിനൊക്കെ എന്താക്കി എടുക്കും? √2ന്റെ വാല്യൂ 1.414 എന്ന് പറഞ്ഞ് എടുക്കും.
അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ എന്തായിട്ട് വരില്ല? 2 ആയിട്ട് വരില്ല. മനസ്സിലായില്ലേ? അതിന് നമുക്ക് അവ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഒരിക്കലും കിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദി സ്ക്വയർ ഓഫ് എനി ഫ്രാക്ഷൻ ഈസ് നോട്ട് ഈക്വൽ ടു 2. അതായത് ഒരു ഫ്രാക്ഷന്റെയും ഒരു ഭിന്നസംഖ്യയുടെയും സ്ക്വയർ വർഗം എന്തായിട്ട് വരില്ല? 2 ആയിട്ട് വരില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മളെ √2 ഒന്നാമത്തെ നമ്പർ. അപ്പൊ ഇതേ രൂപത്തിൽ തന്നെയാണ് √3യും. ഒരു ഫ്രാക്ഷന്റെയും സ്ക്വയർ എന്തായിട്ട് വരില്ല? 3 ആയിട്ട് വരില്ല. മനസ്സിലായല്ലോ? അപ്പൊ ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് √3യുടെ വാല്യൂ നാം സാധാരണ 1.732. അതിങ്ങനെ നീണ്ടു പോകും. പക്ഷെ നമ്മൾ എത്ര എടുക്കുള്ളൂ? 1.732. അപ്പൊ ഇത് ഈ രണ്ട് വാല്യൂ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ഈ സംഖ്യകളുമായി, അതായത് √2 √3യുമായി ബന്ധപ്പെട്ടുള്ള ചില കുറയ്ക്കലും കൂട്ടലും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണിത്. അപ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ പോലെയല്ല, കഴിഞ്ഞ ചാപ്റ്റർ ഒരു അല്പം ടഫായിരുന്നു അല്ലേ? പക്ഷെ ഇതങ്ങനെയല്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൽ മുഴുവൻ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 25 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദി ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അതായത് ഏത് ഓഡ് നമ്പറിനെയും ഏത് ഒറ്റ സംഖ്യയും നമുക്ക് എന്താ ആക്കി എഴുതാൻ പറ്റും? രണ്ട് പൂർണ്ണ വർഗ്ഗങ്ങളുടെ അല്ലെ, രണ്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ ഡിഫറൻസ് വ്യത്യാസമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? യൂസ് ദിസ് ടു ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്റേഴ്സ് ആൻഡ് 11 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഈ പഠിച്ച ഈ കാര്യം ഉപയോഗിച്ചുകൊണ്ട് നാം എന്ത് ചെയ്യണം? 7 സ്ക്വയർ സെന്റിമീറ്ററും 11 സ്ക്വയർ സെന്റിമീറ്ററുമുള്ള എന്ത് വരയ്ക്കണം? 2 സ്ക്വയറുകൾ നമ്മൾ വരയ്ക്കണം. 11 സ്ക്വയർ സെന്റിമീറ്ററും അതുപോലെ തന്നെ 7 സ്ക്വയർ സെന്റിമീറ്ററും 11 സ്ക്വയർ സെന്റിമീറ്ററും ഏരിയകളുള്ള 2 സ്ക്വയർ നമുക്ക് വരയ്ക്കണം അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം ഇത് എടുക്കാം. 7 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ഉള്ള സ്ക്വയർ നമുക്ക് വരയ്ക്കണം. നമുക്കൊരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു വശത്തിന്റെ നീളം കിട്ടിയാൽ മതി അല്ലെ? ഒരു വശത്തിന്റെ നീളം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്കൊരു സ്ക്വയർ വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇവിടെ വശത്തിന്റെ നീളം കിട്ടാൻ എന്ത് വേണം? ഏരിയ തന്നിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഏരിയ ഒരു 16 സ്ക്വയർ സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ് അല്ലെ? എ സ്ക്വയർ ആണ് 16. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന്റെ നീളം നമുക്ക് കിട്ടും. ഇതിന്റെ റൂട്ട് കണ്ടാൽ മതി അല്ലെ? √16 = 4. അപ്പൊ അങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പം സ്ക്വയർ വരയ്ക്കും. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ഏരിയ 11 ആദ്യം നമുക്ക് ഇതെടുക്കുകയാണെങ്കിൽ ഇവിടെ ഏരിയ എത്രയാണ് വരുന്നത്? 7 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പൊ 7 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എ സ്ക്വയർ എത്രയാണ്? എ സ്ക്വയർ = 7 അല്ലെ? ഇതാണ് ഏരിയ. അങ്ങനെയാണെങ്കിൽ എ എത്ര വരും? എ = √7. ഒരു വശത്തിന്റെ നീളം എത്രയാണ് നമുക്ക് കിട്ടാം? √7. അപ്പൊ √7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതാണ് ഇവിടുത്തെ വിഷയം അല്ലെ? അതായത് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലെ? അപ്പൊ നമുക്കിവിടെ എ സ്ക്വയർ ഉണ്ട്. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നു 16. അല്ലെങ്കിൽ നമുക്ക് 25 തന്നു കഴിഞ്ഞാൽ നമുക്ക് 5 സെന്റിമീറ്റർ, അതിന്റെ റൂട്ട് 5 സെന്റിമീറ്റർ അല്ലെ? അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ആണ് ഏരിയ എങ്കിൽ നമുക്ക് 10 സെന്റിമീറ്റർ വെച്ച് വരയ്ക്കാം. ഇവിടെ എന്താണ് പ്രശ്നം പറ്റിയത്? ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഒരു വശത്തിന്റെ നീളം √7 എന്നാണ് കിട്ടുക അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറ്റില്ല? ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ക്വയർ നമുക്ക് വരയ്ക്കൽ എളുപ്പമല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് നമുക്ക് ഏത് ഓഡ് നമ്പറിനെയും 2 പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാൻ അറിയാം. അപ്പൊ അത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്കിത് ചെയ്യാൻ. ഏത് ഓഡ് നമ്പറിനെയും 2 പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് എങ്ങനെ എഴുതാം? ഓർമ്മയുണ്ട് എല്ലാവർക്കും? അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 1 സ്ക്വയറിൽ നിന്ന് 0 സ്ക്വയർ കുറച്ച് എന്ത് സംഭവിക്കും നോക്കിയാൽ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 0 അല്ലെ? നമുക്ക് 1 കിട്ടി. ഇനി 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4, 4 മൈനസ് 1ന്റെ സ്ക്വയർ 1, നമുക്ക് 3 കിട്ടി. ഇനി 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എത്ര കിട്ടും? 3 സ്ക്വയർ 9, 2 സ്ക്വയർ 4, അപ്പൊ നമുക്ക് 5 കിട്ടി. ഇനി 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എത്ര കിട്ടും? 4ന്റെ സ്ക്വയർ 16, 3ന്റെ സ്ക്വയർ 9 അല്ലെ? അപ്പൊ നമുക്ക് എത്ര കിട്ടി? 7 കിട്ടി. ഇനി 5 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ എത്ര കിട്ടും നമുക്ക്? 5 സ്ക്വയർ 25 മൈനസ് 4 സ്ക്വയർ 16 അല്ലെ? അപ്പൊ നമുക്ക് 9 കിട്ടി. ഇനി 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ = 6ന്റെ സ്ക്വയർ 36 മൈനസ് 25
സീക്വൽ ടു 11 കിട്ടി അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ 1, 3, 5, 7, 9, 11 അല്ലെ. അതായത് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ ഇങ്ങനെ കിട്ടുന്നു. എങ്ങനെ? ഒരെണ്ണത്തിന്റെ സ്ക്വയറിൽ നിന്ന് തൊട്ടടുത്തതിന്റെ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എല്ലാ ഓഡ് നമ്പറും കിട്ടും. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത് നമ്മൾ വരയ്ക്കാൻ. ഇപ്പൊ ആദ്യം ആയതുകൊണ്ട് ഞാൻ ഇത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം നാം ഇതുപോലെ വരയ്ക്കേണ്ട സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. അതിനുള്ള എളുപ്പപ്പണിയുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ നമുക്ക് 7 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഏരിയ അല്ലെ. അപ്പൊ 7 നമുക്ക് എവിടെ കിട്ടണമെന്ന് നോക്കിയേ. 7 കിട്ടുന്ന നോക്കിയേ 7 അല്ലെ. അതായത് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ അല്ലെ സീക്വൽ ടു 7. അപ്പൊ ഇവിടെ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ സീക്വൽ ടു 7 എന്ന് കിട്ടി. ഓക്കെ. അപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സ്ക്വയർ നമുക്ക് വരയ്ക്കാൻ. അപ്പൊ അതിന് നാം ആദ്യം എന്ത് ചെയ്യണം? അത് നമുക്കറിയാം, ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ടത്രികോണം. ഈ മട്ടത്രികോണാണെങ്കിൽ നമുക്കറിയാം ഇത് ഏറ്റവും നീളം കൂടിയ വശം, ഇത് മറ്റേ രണ്ട് പെർപെൻഡിക്കുലർ സൈഡുകൾ. അപ്പൊ ഇത് ഹൈപ്പോട്ടിനസ്, ഇത് ബേസ്, ഇത് ആൾട്ടിറ്റ്യൂഡ് അല്ലെ. പാദം, ലംബം, കർണം. ഇനി നമുക്കറിയാം ഏറ്റവും വലിയ വശമാണ് എച്ച് അല്ലെ, ഹൈപ്പോട്ടിനസ്. അപ്പൊ ഹൈപ്പോട്ടിനസിൽ നിന്ന് നമുക്ക് ഈ ബേസിന്റെ സ്ക്വയർ കുറച്ചാൽ നമുക്ക് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ കിട്ടും അല്ലെ. അത് നമുക്ക് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇത് കുറച്ച് ഇതിന്റെ സ്ക്വയർ കുറച്ചാൽ ഇത് കിട്ടും. അപ്പൊ ഇവിടെ നോക്കിയാൽ ഇവിടെ ഇതേ രൂപത്തിലാണ് ഇവിടെ കിടക്കുന്നത് അല്ലെ. അതായത് ഇവിടെ നമുക്ക് എച്ച് സ്ക്വയറിൽ നിന്ന് നാം ബേസിന്റെ സ്ക്വയർ കുറച്ചാൽ, അതായത് എച്ച് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ സീക്വൽ ടു ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. ശരിയല്ലേ? അതേപോലെയാണ് ഇത് കിടക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എച്ച് സ്ക്വയർ 4 സ്ക്വയർ ആണെങ്കിൽ എച്ച് എന്ത് വരും? എച്ച് ഈസ് ഈക്വൽ ടു ഇതിന്റെ റൂട്ട് അല്ലെ, റൂട്ട് 4 സ്ക്വയർ. ശരിയല്ലേ? 4 സ്ക്വയറിന്റെ റൂട്ട് കണ്ടാൽ മതി. അതായത് 4 സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യണം? 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? റൂട്ട് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 4ന്റെ സ്ക്വയർ 16. അപ്പൊ റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇതേപോലെ വരികയാണെങ്കിൽ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്തുണ്ടാവും? എച്ച് ഈസ് ഈക്വൽ ടു 4 ഉണ്ടാവും അല്ലെ. ഇവിടെ നമുക്ക് എച്ചിന്റെ വാല്യൂ 4 അല്ലേ കിട്ടിയത്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 4. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നാം എന്ത് ചെയ്താൽ മതി? റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വരികയാണെങ്കിൽ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. അത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ രണ്ടും ക്യാൻസൽ ആയി പോയി. ബാക്കി എന്ത് വരും? 4. മനസ്സിലായല്ലോ? അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. ക്ലിയർ ആയില്ലേ? ഇപ്പോ റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? റൂട്ട് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ആണ്. മനസ്സിലായി? ഇതേപോലെ. അപ്പൊ നമുക്ക് ഇവിടെ എച്ച് ഈസ് ഈക്വൽ ടു 4 കിട്ടി അല്ലെ. അതായത് നമുക്ക് നോക്കിയേ ഇവിടെ അല്ലെ, ഇവിടെ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ, എച്ച് സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു 4 സ്ക്വയറിന്റെ റൂട്ട് അല്ലെ, അതായത് 4 കിട്ടി. അതേപോലെ നമുക്ക് ഇവിടെ നോക്കിയാൽ ബി സ്ക്വയർ അല്ലെ, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? അപ്പൊ ബി സ്ക്വയർ 3 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ബി എന്ത് വരും? ഇവിടെ ചെയ്ത പോലെ തന്നെ റൂട്ട് 3 സ്ക്വയർ. റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ടും സ്ക്വയറും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, അത് ക്യാൻസൽ ചെയ്യിപ്പോയി ബാക്കി 3. അപ്പൊ ബി നമുക്ക് കിട്ടി 3. ഇനി അങ്ങനെയാണെങ്കിൽ എ എന്ത് വരും? എ സ്ക്വയർ എത്രയാണ്? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 7 അല്ലെ. എ സ്ക്വയർ 7. അങ്ങനെയാണെങ്കിൽ എ എത്ര വരും? അതിന്റെ റൂട്ട് അല്ല, 7ന്റെ റൂട്ട്. അപ്പൊ 7ന്റെ റൂട്ട് നമുക്കറിയില്ല, അതുകൊണ്ട് എ ഈസ് ഈക്വൽ ടു റൂട്ട് 7. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും കാര്യം. അപ്പൊ നമുക്ക് എച്ച് കിട്ടി, ബി കിട്ടി, ആൾട്ടിറ്റ്യൂഡ് കിട്ടി, എ കിട്ടി അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മളിത് വിശദമായിട്ട് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാനാണ്. ഇനി നമുക്ക് ഇതുപോലെ ചോദ്യം വന്നാൽ എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യേണ്ടത് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ നമുക്കൊരു റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസ് കിട്ടി 3 അല്ലെ, ഹൈപ്പോട്ടിനസ് കിട്ടി 4, അതിന്റെ ആൾട്ടിറ്റ്യൂഡ് റൂട്ട് 7 അല്ലെ. അപ്പൊ നമ്മൊരു ബേസ് 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ 3 സെന്റിമീറ്ററിൽ 3 സെന്റിമീറ്റർ വരച്ച ഒരു ബേസ്, ഇതാണ് നമ്മൾ വരയ്ക്കാവുന്ന ട്രയാങ്കിളിന്റെ ബേസ്. ഇനി എന്താണ് ഇതിന്റെ ഹൈപ്പോട്ടിനസ് അല്ലെ, ഹൈപ്പോട്ടിനസ് 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കിവിടെ ഹൈപ്പോട്ടിനസ് അങ്ങനെ 4 സെന്റിമീറ്റർ എടുക്കാൻ പറ്റില്ല അല്ലെ, കാരണം എന്താ, ഈ ചെരിവ് എങ്ങോട്ട് വേണമെങ്കിലാവാം. അപ്പൊ നാം എന്ത് ചെയ്തു? ഇവിടെ നിന്ന് ഈ അറ്റത്ത് നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അത് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 90 ഡിഗ്രിയിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എച്ച് എന്ന് വെച്ചാൽ ഹൈപ്പോട്ടിനസ് എത്രയാണ്? 4 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ഈ അറ്റത്ത് നിന്ന് 4 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തുകൊണ്ട് നാം ഇവിടെ ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കാം. അപ്പൊ ആർക്ക് നമ്മൾ ഇങ്ങനെ കട്ടായി മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നിന്ന് 4 സെന്റിമീറ്റർ ഇങ്ങനെ എടുത്തിട്ട് ആർക്ക് വരച്ചു. ഇത് നമ്മൾ ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ എന്ത് കിട്ടും? ഇത് എത്ര സെന്റിമീറ്റർ ആണ്? ഇത് 4 സെന്റിമീറ്റർ അല്ലെ. ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടിനസ്. ഇതെന്താണ്? ഇത് ബേസ്, ഇത് ഹൈപ്പോട്ടിനസ്. ഇതിന്റെ നീളം എത്രയായിരിക്കും? അപ്പോ ഇത് 3ഉം ഇത് 4ഉം ആണെങ്കിൽ, ഇത് 3ഉം 4ഉം ആണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും?
√7. അപ്പൊ ഈ ഹൈറ്റ് എത്രയായിരിക്കും? √7 ആയിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു എന്ത് വരയ്ക്കാൻ പറ്റും? സ്ക്വയർ വരയ്ക്കാം അല്ലേ? അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ഈ 3 സെന്റിമീറ്റർ കുറേയും കൂടി ഇങ്ങോട്ട് നീട്ടാം. ഓക്കെ. ഇനി കോമ്പസിൽ നമ്മൾ ഇതേ നീളം എടുക്കാം, മെഷർ ചെയ്തെടുക്കാം. ഇത് ഈ ലെങ്ത് ആണ് √7. അപ്പൊ നമ്മൾ ഈ ലെങ്ത് കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്തു. ഓക്കെ. അപ്പൊ √7 കിട്ടി അല്ലേ? അപ്പൊ ഇത്രയും നീളം √7. ഇനി അതേ അകലം തന്നെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു. അതേപോലെ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ആർക്ക് വരച്ചു. ഇനിയിപ്പോൾ തമ്മിൽ കൂടി കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ വശം √7, ഇത് √7, ഇത് √7 അല്ലേ? അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? ഏരിയ ഇസ് ഈക്വൽ ടു നമുക്കറിയാം, വശം ഇൻറ്റു വശം അല്ല, √7 ഇൻറ്റു √7 എത്രയാണ്? 7. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 7 സ്ക്വയർ സെന്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ നമ്മൾ വരച്ചു. അപ്പൊ എപ്പോഴും പരീക്ഷയ്ക്ക് ഉറപ്പായി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഒന്നുകിൽ 7 അല്ലെങ്കിൽ 13 അല്ലെങ്കിൽ 11 സെന്റിമീറ്റർ ഒക്കെ ഉള്ള സെന്റിമീറ്റർ സ്ക്വയർ ഉള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറയും. അപ്പൊ ഇതേ രീതിയിലാണ് വരയ്ക്കേണ്ടത്. ഇനി ഇങ്ങനെ ചോദ്യം വന്നാൽ ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട, വളരെ എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഇതാണ് ചോദ്യം. 7 സ്ക്വയർ സെന്റിമീറ്ററിലുള്ള ഒരു സ്ക്വയർ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം എന്നറിയോ? പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതണം അല്ലെ? അപ്പൊ അത് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള പണി ഞാൻ പറഞ്ഞുതരാം. 2 സംഖ്യകൾ തമ്മിൽ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടണം. ഏത് സംഖ്യകളായിരിക്കണം? തൊട്ടടുത്ത 2 സംഖ്യകൾ. തൊട്ടടുത്ത 2 സംഖ്യകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടണം. ഇപ്പൊ തൊട്ടടുത്ത് നമുക്ക് 1 6 7 അല്ലെ? അല്ലെങ്കിൽ 2 5 7. ഇതല്ല ഞാൻ പറഞ്ഞത്, തൊട്ടടുത്ത സംഖ്യകൾ. അപ്പൊ ഏതൊക്കെ തൊട്ടടുത്ത സംഖ്യകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടാൻ നമുക്ക് 4 3 അല്ലെ? 4 + 3 7 അല്ലെ? അപ്പൊ തൊട്ടടുത്ത 2 സംഖ്യകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7 കിട്ടണം. അപ്പൊ നമ്മൾ ആദ്യം അത് സെലക്ട് ചെയ്യാം. അപ്പൊ ഇതിന് നമുക്ക് 4 3 ആയിട്ട് എഴുതാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി എന്ത് എഴുതാം? 4 സ്ക്വയർ -3 സ്ക്വയർ = 7. കണ്ടോ? അപ്പൊ ഒറ്റയടിക്ക് ഉത്തരം കിട്ടിയല്ലോ. എന്ത് ചെയ്യണം? നാം ഇതിനെ തൊട്ടടുത്ത 2 സംഖ്യകൾ കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടണം. അതേ രൂപത്തിൽ എഴുതാം. അപ്പൊ അത് ക്ലിയർ ആയി അല്ലെ? ഇനി 11 ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 11 ആണെങ്കിൽ 11 നമുക്ക് എപ്പോഴാണ് കിട്ടുക? തൊട്ടടുത്ത 2 സംഖ്യകൾ 6 5 അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് എഴുതണമെങ്കിൽ 6 സ്ക്വയർ -5 സ്ക്വയർ. ഇനി നമുക്ക് 13 കിട്ടി എന്ന് വിചാരിക്കുക. 13 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഏതായിരിക്കും സംഖ്യകൾ വരാം? 7 6 അല്ലെ? 7 6 13. അപ്പൊ 7 സ്ക്വയർ -6 സ്ക്വയർ. അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം നോക്കിയാൽ, ഇതിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ സ്ക്വയർ കുറച്ചാൽ നമുക്ക് ഇത് കിട്ടുന്നു അല്ലെ? അപ്പൊ ഇതിന്റെ സ്ക്വയറിൽ നിന്നാണ് കുറയ്ക്കുന്നത്. അപ്പൊ ഇതാണ് വലുത് അല്ലെ? 4 സ്ക്വയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇതിനെ ഹൈപ്പോട്ടിനസ് ആയിട്ട് എടുക്കാം. അപ്പൊ h = ശ്രദ്ധിക്കുക, h = 4. മനസ്സിലായല്ലോ? ഇനി ഇത് എന്തായിരിക്കും? ഇത് നമ്മൾ ബേസ് ആക്കി എടുക്കാം. അപ്പൊ ബേസ് = 3. അതായത് ഇതിന്റെ റൂട്ട് അല്ലെ? ഇതിന്റെ റൂട്ട് കണ്ടു 4, ഇതിന്റെ റൂട്ട് കണ്ടു 3. അങ്ങനെയാണെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എത്ര വരും? a = 7 എന്നല്ല എഴുതേണ്ടത്, √7. നമുക്ക് ഇതേ അളവിൽ ഒരു ത്രികോണം വരയ്ക്കാം. അപ്പൊ എന്താ ആദ്യം ബേസ് നമ്മൾ 3 സെന്റിമീറ്റർ ഒരു ബേസ് വരച്ചു. അപ്പൊ സ്കെയിൽ ഉപയോഗിച്ചൊക്കെ വരയ്ക്കാം, കൃത്യമായിട്ട് വരയ്ക്കാം. ഞാൻ ഇപ്പൊ റഫായിട്ട് വരയ്ക്കാണ്. അപ്പൊ ഇത് 3 സെന്റിമീറ്റർ ബേസ് വരച്ചു. ഇനി എന്ത് വേണം നമുക്ക്? h വേണം, 4 സെന്റിമീറ്റർ അല്ലെ? ഹൈപ്പോട്ടിനസ് കാരണം. അപ്പൊ നമ്മൾ എന്ത് വേണം? അതിന് മുമ്പായിട്ട് ഈ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു നീളത്തിൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ അല്ലെ? അപ്പൊ നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മട്ടം അല്ല, അതായത് നമ്മളെ പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ട് ലൈൻ ഇങ്ങനെ വരച്ചു. ഒരു നീളത്തിലൊരു ലൈൻ വരച്ചു. നീളം കൂടിയാലൊന്നും കുഴപ്പമില്ല. ഇനി നാം എന്ത് ചെയ്യണം? നമുക്ക് ഹൈപ്പോട്ടിനസ് എത്ര? 4 സെന്റിമീറ്റർ അല്ലെ? ഇവിടെ നിന്നാണ് നമ്മൾ ഹൈപ്പോട്ടിനസ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ 4 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുക. കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് നമ്മൾ ഇങ്ങനെ ആർക്ക് വരച്ചു. മനസ്സിലല്ലോ? ഇനി ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. അപ്പൊ ഇത് 4 സെന്റിമീറ്റർ. ഇതാണ് ഹൈപ്പോട്ടിനസ്. മനസ്സിലായില്ലേ? ഇത് എന്താണ്? ബേസ്. ഇത് ആൾട്ടിറ്റ്യൂഡ്, അതായത് ലംബം. അപ്പൊ ഇതിന്റെ നീളം എത്രയായിരിക്കും? ഇത് 3, ഇത് 4 ആണെങ്കിൽ ഇതിന്റെ നീളം √7. കണ്ടില്ലേ? ഇത്രയുള്ള പണി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നാം ഇതിനൊന്നും കൂടി നീട്ടി കൊടുക്കാം. എന്നിട്ട് ഈ നീളം കറക്റ്റായിട്ട് ഈ നീളം കോമ്പസിൽ മെഷർ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. അതേ നീളം തന്നെ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ആർക്ക് വരച്ചു. അതേപോലെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ആർക്കിനെ ക്രോസ്. ഇനി എന്ത് ചെയ്യുക? ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക. അപ്പൊ ഇത് 7 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് √7 ആണെങ്കിൽ ഇതും √7. അപ്പൊ ഏരിയ എന്ത് വരും? ഏരിയ = √7ന്റെ
സ്ക്വയർ അല്ലെ, എ സ്ക്വയർ അതെ √7 സ്ക്വയർ. √7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാം പറഞ്ഞു എന്താണ്, രണ്ടും ക്യാൻസൽ ആയിപ്പോൾ ബാക്കി 7. ക്ലിയർ ആയില്ലേ? ഇനി അതേ രൂപത്തിൽ നമുക്ക് 11 വന്നാൽ അല്ലെ, 11 എങ്ങനെ എഴുതണം, 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഇതേതായിരിക്കും, എച്ച് എന്താണ്, എച്ച് 6 അല്ലെ, ഏറ്റവും വലുത് 6 സീക്വൽ ടു 13. ഇനി എച്ച് ഇത് ഇനി നമ്മുടെ ബേസ് എത്രയാണ്, ബേസ് 5, ആൾട്ടിറ്റ്യൂഡ് എത്രയായിരിക്കും, √13. അത് ശ്രദ്ധിക്കുക, √13. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി എന്ത് ചെയ്യാം, ബേസ് 5 അല്ലെ, അപ്പൊ 5 സെന്റിമീറ്റർ ഒരു വര വരച്ചു, 5 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പൊ 90 ഡിഗ്രി ആയിരിക്കുന്നത് പെർപെൻഡിക്കുലർ വരയ്ക്കണം. മനസ്സിലായല്ലോ. ഓക്കെ, ഇനി എന്ത് വേണം, ഇവിടെ ഹൈപ്പോട്ടിനസ് എത്ര, 6 സെന്റിമീറ്റർ അല്ലെ, അപ്പൊ 6 സെന്റിമീറ്റർ കോമ്പസ് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് 6 സെന്റിമീറ്റർ നമ്മൾ ആർക്ക് വരച്ചു, തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇത് 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ വശം എത്രയായിരിക്കും, ഇത് √13. കണ്ട, അപ്പൊ ഈ നീളം √13. ഇനി നാം എന്ത് ചെയ്യണം, ഈ വശം കൂടെ നീട്ടി കൊടുക്കുക അല്ലെ, എന്നിട്ട് കോമ്പസിൽ ഈ നീളം എടുക്കുക, ഈ നീളം എടുത്തിട്ട് അവിടെ കട്ട് ചെയ്യുക, ഇവിടെ ചെയ്ത് അതേപോലെ തന്നെ. അതിനുശേഷം ആ പോയിന്റിൽ വെച്ചിട്ട് അവിടെയും കട്ട് ചെയ്യുക, ഇവിടെ വെച്ചിട്ട് അവിടെയും കട്ട് ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, ഏരിയ എന്ത് വരും, ഏരിയ ഈസ് ഈക്വൽ ടു √13 സ്ക്വയർ, അതായത് 13. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇന്ന് നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.